ഹലോ വ്യൂവേഴ്സ്, മേരാ പ്രിയ ദർശകോ, എൻ്റെ പ്രിയ കാഴ്ചക്കാരെ, നൻപർകളെ, മേരെ സാത്തിയോ. ടുഡേ ഐ എം ഗിവിംഗ് യു സം truths about geography, some questions and answers. Okay, first question. The man who first assessed the mass of the earth. ആദ്യമായി ഭൂമിയുടെ മാസ് ആരാണ് തിട്ടപ്പെടുത്തിയത് എന്നാണ് ചോദ്യം. ഡോക്ടർ നെവിൽ മാസ് ക്ലൈൻ. നെക്സ്റ്റ് വൺ. എ പീസ് ഓഫ് ലാൻഡ് സറൗണ്ടഡ് ബൈ വാട്ടർ ഓൺ 3 sides. പെനിൻസുല. കാരണം 3 ഭാഗം വെള്ളത്താൽ ചുറ്റപ്പെട്ട കരയ്ക്ക് പറയുന്ന പേരാണ് പെനിൻസുല. ദെൻ നെക്സ്റ്റ് വൺ. വിച്ച് ആർ ദി 4 layers ഇൻ ദി ഔട്ടർ സർഫേസ് ഓഫ് ദി എർത്ത്? അല്ല, ഭൂമിയുടെ പുറത്ത് കാണുന്ന, ഭൂമിയുടെ മുകളിലായി കാണുന്ന 4 പാളികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ലിത്തോസ്ഫിയർ, ദെൻ സെക്കൻഡ് വൺ ഹൈഡ്രോസ്ഫിയർ, തേർഡ് വൺ അറ്റ്മോസ്ഫിയർ, ഫോർത്ത് ബയോസ്ഫിയർ. നമുക്കറിയാം അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അന്തരീക്ഷം അല്ലേ, നിലനിൽക്കുന്ന ഭാഗം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി നെബുല ഹൈപ്പോത്തീസിസ് അബൌട്ട് ദി ഒറിജിൻ ഓഫ് ദി എർത്ത് കണക്റ്റഡ് വിത്ത് Laplace. The next one, the isotherms indicate. Isotherms എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? The temperature in a particular area. ഒരു പ്രത്യേക സ്ഥലത്തെ ടെമ്പറേച്ചർ, അതിനെയാണ്, ഊഷ്മാവിനെയാണ് സൂചിപ്പിക്കുന്നത്. Then what is the mass? അപ്പോൾ എന്താണ് what is an isthmus? An isthmus is a narrow neck of land that connects two larger landmass. അപ്പോൾ isthmus എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇടുങ്ങിയ ഭാഗം എന്ന് പറയാം. 2 കരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഇടുങ്ങിയ ഭാഗത്തിനാണ് isthmus എന്ന് പേരിൽ അറിയപ്പെടുന്നത്. The next question. Which ocean surrounded the North Pole? അല്ലെ, നോർത്ത് പോളിനെ വലയം ചെയ്തിരിക്കുന്ന ഓഷ്യൻ, സമുദ്രം ഏതാണ്? ആർട്ടിക് ഓഷ്യൻ. വളരെ തണുപ്പുള്ള സ്ഥലമാണെന്ന് നമുക്കറിയാം. ഇറ്റ്സ് വെരി കോൾഡ്. ദ നെക്സ്റ്റ് വൺ. ദി ഐസോബാർ ഇൻഡിക്കേറ്റ്. ഐസോബാർ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ദി അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇൻ എ പർട്ടിക്കുലർ ഏരിയ. അല്ലെ, അന്തരീക്ഷ മർദ്ദത്തെയാണത് സൂചിപ്പിക്കുന്നത്, ഒരു പ്രത്യേക ഭാഗത്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി ഹോട്ട് ഡെസേർട്ട് വിച്ച് ഈസ് കവേർഡ് വിത്ത് ലോർജ് സൈസ് റോക്സ്. അങ്ങനെ ഏറ്റവും ചൂടുള്ള ഒരു ഡെസേർട്ടാണ്, മരുഭൂമിയാണ്. അവിടെ വലിയ വലിയ കല്ലുകളാൽ അത് ചുറ്റപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ മൂടപ്പെട്ടിരിക്കുന്നു. ആൻസർ ഹമദാസ്. നെക്സ്റ്റ് വൺ. ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് ഹൈപ്പബസൽ റോക്ക്. ഹൈപ്പബസൽ റോക്കിനുള്ള ഒരു എക്സാമ്പിളാണ് ഡോളമൈറ്റ്. നെക്സ്റ്റ് വൺ. ദി ആവറേജ് തിക്നെസ് ഓഫ് ദി എർത്ത്. അല്ലെ, ആവറേജ് ആയിട്ടുള്ള തിക്നെസ്, കട്ടി, ഭൂമിയുടെ കട്ടിയാണ് 30 to 35 കിലോമീറ്റേഴ്സ്. 30 to 35 കിലോമീറ്റേഴ്സ്. ദെൻ നെക്സ്റ്റ് വൺ. What is geyser? Fountain like intermittent warm water coming out from the underground. അല്ല, ഒരു ഇൻ്റർമീഡിയറ്റ് വാട്ടർ നമ്മുടെ ഗ്രൗണ്ടിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് തള്ളി വരുന്ന ഒരു വെള്ളത്തിൻ്റെ അല്ലെ ഒരു ഒഴുക്ക്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗെയ്സർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇനി ഞാൻ എന്നെയും കണ്ടിന്യൂ ചെയ്യും. ഇവിടെ ഇപ്പോൾ നിർത്തുകയാണ്. ഓക്കെ, then see you in my next video. Okay then.